മൗദൂദി സാഹിബിന് എങ്ങനെയാണ്, അബുലാല മൗദൂദിക്ക് എങ്ങനെയാണ് ഖുമൈനിന്ന് ഹാക്കിമിയത്ത് പഠിച്ചത് എന്നൊരു കൺഫ്യൂഷൻ അങ്ങോട്ട് ക്ലാരിറ്റി വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാം. ഒന്ന്, ആയത്തുള്ള റുഹുല്ല ഖുമൈനി ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമല്ല അവരുടെ ഷിഈ ഹാക്കിമിയത്ത് എന്നുള്ളത്. കാലങ്ങളായി ഷിയാക്കൾ കൊണ്ട് നടക്കുന്ന ഒരു തിയറിയാണത്. അതിനെ 80കളുടെ ഇറാൻ വിപ്ലവത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരു ചെറിയ പരിഷ്കാരം നടത്താണ് ഖുമൈനി ചെയ്തിട്ടുള്ളത്. മൗദൂദി സാഹിബിന് ഇത് എവിടുന്ന് കിട്ടുകയാണ്, ഈ ഹാക്കിമിയത്ത് ചിന്താഗതി എവിടുന്ന് കിട്ടുകയാണെന്ന് നോക്കുമ്പോൾ ഹാക്കിമിയത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഹാക്കിമിയത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ ഖവാരിജുകളിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഖവാരിജുകൾ ആണ് ഇനിൽ ഹുക്കും ഇല്ലാലില്ല എന്ന ആയത്തോതിയിട്ട് പടച്ചവനല്ലാതെ വിധിക്കാൻ, നിയമനിർമ്മാണം വിധി നടത്താനുള്ള അധികാരം പടച്ചവനല്ലാതെ മറ്റാർക്കും ഇല്ല എന്ന അവകാശവാദവുമായിട്ട് കടന്നു വരുന്നത് ഖവാരിജുകളാണ്. കലിമത്തു ഹക്കിൻ ഉരീദ് ബിഹ ബാത്തിൽ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. പറഞ്ഞ വാചകം സത്യമാണ്, പക്ഷെ അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് ബാത്തിലാണ്, അനർത്ഥകമായ കാര്യമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ആ ഇനിൽ ഹുക്കും ഇല്ലാലില്ല എന്ന ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഹക്കായ കലിമത്ത് ഓതിയിട്ട് ബാത്തിലായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ആ വാക്കുകൾ. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഖവാരിജുകൾ രംഗപ്രവേശം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഇടയിൽ നടക്കുന്ന യുദ്ധം ഒരു ഖുർആനിലേക്ക് മടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഉയർത്തിക്കാട്ടിയ ഒരു ചരിത്ര സംഭവം നമുക്കറിയാം. ചിലതിൽ കുന്തത്തിൽ ഉയർത്തിക്കാട്ടി എന്ന ചില നിവേദനങ്ങളുണ്ട്. അത് ശരിയല്ല എന്നാണ്. അവർ കൈകളിൽ തന്നെ ഖുർആൻ ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഖുർആനിലേക്ക് ഈ പ്രശ്നം മടങ്ങുന്ന സമയത്ത് അലി റളിയല്ലാഹുവിൻ്റെ പക്ഷത്ത് നിന്ന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹുവിൻ്റെ പക്ഷത്ത് നിന്ന് അംർ റളിയല്ലാഹുവിനെയാണ് അതിന് നിയോഗിക്കുന്നത്. അബൂ മൂസൽ അശ്അരിനെയും മറ്റേ അംർ ബിൻ ആസ് റളിയല്ലാഹുവിനെയാണ് അതിനു വേണ്ടി നിയോഗിക്കുന്നത്. ഇങ്ങനെ ഇവർ കൂടിച്ചേർന്ന് ഈ വിഷയത്തിലൊരു വിധി പറയാൻ നിൽക്കുന്ന സമയത്താണ് ഖവാരിജുകൾ രംഗപ്രവേശം ചെയ്യുന്നത്. ഇങ്ങനെ വിധിക്കാനുള്ള അവകാശം മനുഷ്യർക്കില്ല. അള്ളാഹിൻ്റെ കിതാബിന് മാത്രം അതിന് അവകാശമുള്ളൂ, അള്ളാഹ്ക്ക് മാത്രം അവകാശമുള്ളൂ. മനുഷ്യന് വിധിക്കാനുള്ള അവകാശം കൊടുത്തുകൊണ്ട് അലിയും മുആവിയയും കാഫിറായി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആ വിഭാഗമാണ് ഈ ഹാക്കിമിയത്ത് വാദത്തിൻ്റെ പൂർവ്വരൂപം ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അവർ പല വിഭാഗങ്ങളായി, പല വാദങ്ങളായി, ഉപവാദങ്ങളായി, പല 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 രീതിയിലേക്ക് ആ വിഭാഗങ്ങൾ മാറിപ്പോവാണ്. ഖവാരിജുകൾ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരങ്ങനെ മനുഷ്യൻ്റെ വിധി എന്നുള്ള വിഷയത്തിൽ മനുഷ്യന് ഒരു വിഷയത്തിൽ വിധിക്കാനുള്ള അവകാശമില്ല. അതാണ് ഈ സയ്യിദ് അബുലാല മൗദൂദി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഹാക്കിമിയത്ത് എടുക്കുമ്പോൾ അദ്ദേഹം കടഞ്ഞെടുക്കണ ഒന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ അതാണ് ഹാക്കിമിയത്തിൻ്റെ. രണ്ടാമത്തേത്, ഷിയാക്കൾക്ക് ഒരു ഹാക്കിമിയത്ത് സിദ്ധാന്തമുണ്ട്. അതാണ് മൗലവി സൂചിപ്പിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിയാ വിശ്വാസപ്രകാരം അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന് ശേഷം അലി ഇബ്നു അബീ ത്വാലിബിനും അദ്ദേഹത്തിൻ്റെ അഹ്ലുൽ ബൈത്തിൻ്റെ കുടുംബ പരമ്പരയിൽ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ കുടുംബ പരമ്പരയിലുള്ള ഇമാമുകൾക്ക് മാത്രമാണ് നിയമനിർമ്മാണത്തിനുള്ള പരമാധികാരം നൽകിയത്. ഹാക്കിമായിട്ട് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ആരെയാണ്? നബിക്ക് ശേഷം അലി റളിയല്ലാഹുവിനും അദ്ദേഹത്തിൻ്റെ പരമ്പരകളിലുള്ള ആളുകൾക്കുമാണ്, ഇമാമുകൾക്കാണ് എന്തുള്ളോ അധികാരമുള്ള, വിലായത്തിനുള്ള, ഈ നേതൃത്വത്തിനുള്ള, വിധിക്കാനുള്ള അവകാശം അവർക്ക് മാത്രമുള്ളൂ. ഷിഈ ഇമാമുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം മഅ്സൂമുകളാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മൾ അമ്പിയാക്കളെ പറ്റിയിട്ടാണ് മഅ്സൂം എന്ന് വിശ്വസിക്കുക. പക്ഷേ ഷിയാക്കൾ ഇമാമിങ്ങളെ പറ്റിയിട്ട് മഅ്സൂമിങ്ങളാണ്. ഇമാമിങ്ങളല്ലാത്ത ഒരു ഭരണം, ഇമാം അല്ലാത്തൊരു ഭരണം നടത്തിയാൽ ആ ഭരണകൂടം താഗൂത്താണ്. മൗദൂദി ഉപയോഗിച്ചൊരു പദപ്രയോഗമാണ് താഗൂത്ത് എന്നുള്ളത്. ഖുർആനിൽ നിന്ന് കോയിൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. അപ്പോൾ ഇമാം അല്ലാത്ത, ഷിഈ ഇമാമിൻ്റെ കീഴിലല്ലാത്ത ഭരണകൂടം, അത് സെക്യുലർ ആവട്ടെ, സോഷ്യലിസ്റ്റ് ആകട്ടെ, സുൽത്താനിയത്താകട്ടെ, എന്താകട്ടെ, അങ്ങനെ ഏത് രൂപത്തിലുള്ള ഭരണകൂടം ഷിഈ ഇമാമിൻ്റെതല്ലാത്ത ഒരു ഭരണകൂടം നിലവിൽ വന്നാൽ അത് താഗൂത്താണ്. ആ ഭരണകൂടത്തെ അനുസരിക്കാൻ പറ്റില്ല. ആ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഷിയാക്കളുടെ ഇമാമിങ്ങളുടെ ഭരണം കൊണ്ടുവരണം എന്നതാണ്
പിന്നെ ഇവരുടെ ഈ ഷിഈ വിശ്വാസം. അപ്പോൾ ഹാക്കിമിയത്ത്, ഷിയാക്കളുടെ ഹാക്കിമിയത്ത് ഇത് കാലങ്ങളായിട്ട് ഷിയാക്കൾക്കുള്ള വിശ്വാസമാണ് ഈ ഹാക്കിമിയത്ത്. ഈ ഹാക്കിമിയത്ത് അതിര് കടന്നിട്ട് എവിടം വരെ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ പ്രകൃതിപരമായ കാര്യങ്ങളിൽ വരെ അള്ളാഹു ആർക്ക് ഹാക്കിമിയത്ത് കൊടുത്തിട്ടുണ്ട്? ഷിഈ ഇമാമികൾ കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞല്ലോ മുദബ്ബറുൽ ആലം എന്ന് പറഞ്ഞല്ല, ആ ടൈപ്പ് ഇമാമിയത്ത് വരെ ആർക്കുണ്ട്? ഈ ഷിഈ ഇമാമിയങ്ങൾക്കുണ്ട് എന്ന ഒരു വിശ്വാസം കൂടി, അത്രയും കൂടി എക്സ്ട്രീമായൊരു വിശ്വാസം കൂടി ഈ ഹാക്കിമിയത്ത് വിഷയത്തിൽ അവർക്കുണ്ട്. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇമാമിയങ്ങളിലൂടെ അങ്ങനെ താവഴിയായിട്ട് ഇമാമിയങ്ങളിലൂടെ അങ്ങനെ ഷിഈ ഹുക്കൂമത്തെ ഇലാഹി അൽ ഹുക്കൂമത്തുൽ ഇലാഹിയ അവർ നിലനിർത്തി പോരാണ് ഉണ്ടായത്. പക്ഷേ ഇവരെ 12ാമത്തെ ഇമാം മഹദി അദ്ദേഹം പിന്നെ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. മക്കളുണ്ടാവുന്നതിന് മുമ്പ് മുമ്പ് മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മഹദി ഇമാമ് ഗൈബിയായിട്ട് നിൽക്കുകയാണ്, അദൃശ്യമായിട്ട് നിൽക്കുകയാണ്. ഇനി ഇമാമ് തിരിച്ചു വരും. ആ തിരിച്ചു വരുന്നത് വരെ അദ്ദേഹം വന്നിട്ട് ഹാക്കിമീയത്തിനെ പുനഃസ്ഥാപിക്കും. അതുവരെ നമ്മൾക്ക് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് റോളില്ല എന്നൊരു ധാരണ സ്വീകരിക്കുകയും ഷിഈകൾ അങ്ങനെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതിനെ പരിഷ്കരിച്ചുകൊണ്ടാണ് ഖുമൈനി വിലായത്തെ ഫക്കീഹ് എന്ന് പറയുന്ന പുതിയ തിയറി ഷിഈ ഹാക്കിമിയത്തിൽ അവതരിപ്പിക്കുന്നത്. അഥവാ ഇമാമ് വരുന്നത് വരെ, ഈ മഹദി ഇമാമ് അദൃശ്യനായിട്ട് നിലകൊള്ളുന്ന മഹദി ഇമാമ് തിരിച്ചു വരുന്നത് വരെ നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ, ഇമാമിന് ഭരിക്കാനുള്ള മണ്ണ് പാകപ്പെടുത്തുക എന്നതാണ്, ഭരണകൂടം ശരിയാക്കി വെക്കുക, ഈ താഗൂത്തുകളുടെ കയ്യിൽപ്പെടാതെ ഭരണചക്രത്തെ നിയന്ത്രിക്കുക, ഇത് നമ്മളെ ബാധ്യത. ഇതാണ് വിലായത്തെ ഫക്കീഹ്. അതുവരെ ഫക്കീഹുമാർ, പണ്ഡിതന്മാർ അവരെന്ത് ചെയ്യും? ഈ വിലായത്തിനെ നിയന്ത്രിക്കും എന്ന പുതിയ തിയറി അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം 79-ലെ ഇറാൻ വിപ്ലവത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കേവലം ഖുമൈനി ഉണ്ടാക്കിയതല്ല ഈ ഹാക്കിമിയത്ത്, ഷിഈ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽപ്പെട്ടതാണ് ഹാക്കിമിയത്ത്. സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബ് ചെയ്യുന്നത് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖവാരിജുകളുടെ ഈ ത്രട്ട് അവർ കൊടുത്തിട്ടുള്ള ആ ഒരു ശകലം, ഈ ഷിഈകളുടെ ഈ ഹാക്കിമിയത്ത്, ഈ രണ്ടും സ്വീകരിക്കുകയും ഇതിനെ രണ്ടിനെയും കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഫ്രെയിമിൽ അതിനെ പുനഃസ്ഥാപിച്ചിട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅക്ക് സ്വീകാര്യയോഗ്യമാകുന്ന വക്കും പൊടിപ്പും ഒക്കെ കയറ്റിയിട്ട് അവതരിപ്പിക്കുകയാണ് അബുൽ അല മൗദൂദി സാഹിബ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, അബുൽ അല മൗദൂദി സാഹിബിൻ്റെ വീക്ഷണം, ഹാക്കിമിയത്തിൻ്റെ വീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ വീക്ഷണം എങ്ങനെയാണ്? ഒന്ന്, വ്യക്തി നന്നാവുന്നു അല്ലേ? ഇസ്ലാം എന്തിനാണ് വന്നത്? അമ്പിയാക്കന്മാരെന്താ വന്നത്? വ്യക്തി നന്നാവുന്നു. അപ്പോൾ എന്ത് നന്നാവും? കുടുംബം നന്നാവും അല്ലേ? കുടുംബങ്ങൾ നന്നാവുമ്പോൾ പിന്നെ എന്ത് നന്നാവും? സൊസൈറ്റി നന്നാവും. സൊസൈറ്റി നന്നാകുമ്പോൾ രാഷ്ട്രം നന്നാകും. രാഷ്ട്രങ്ങൾ നന്നാകുമ്പോൾ ലോകം നന്നാകും. ഇങ്ങനെ താഴെ നിന്നാണ് ഇസ്ലാമിൻ്റെ തസ്കിയത്ത് തുടങ്ങുന്നത്. അബുൽ അല മൗദൂദിയുടെ തസ്കിയത്ത് അങ്ങനെയല്ല. രാഷ്ട്രം പിടിക്കപ്പെട്ടതിന് ശേഷമാണ് എല്ലാം പരിഷ്കരിക്കുന്നതും എല്ലാത്തിനെയും സംസ്കരിക്കപ്പെടുന്നതും. രാഷ്ട്രം പിടിക്കലാണ് പ്രഥമമായിട്ടുള്ള ദൗത്യം. ഇത് ഏതിനാണുള്ളത്? ഏതിസത്തിലെ കാണാം? കമ്മ്യൂണിസത്തിൻ്റെ ആണ്. അബുൽ അല മൗദൂദി സാഹിബിൻ്റെ കാലത്ത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുകയും ലോകം ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി കമ്മ്യൂണിസത്തെ കാണുകയും കമ്മ്യൂണിസം പല സ്ഥലങ്ങളിലും അധികാരം കൈയാളുകയും ചെയ്യും. കമ്മ്യൂണിസത്തിൻ്റെ ഒരു തേരോട്ടം നടക്കുന്ന സമയത്താണ് അബുൽ അല മൗദൂദി സാഹിബ് 30കളിൽ ഈ ഹാക്കിമിയത്ത് കോയിൻ ചെയ്തെടുക്കുന്നത്. ഈ ഹാക്കിമിയത്തിൻ്റെ ഒരു സ്വഭാവം, മൗദൂദിൻ്റെ ഹാക്കിമിയത്തിൻ്റെ ഒരു സ്വഭാവം നോക്കിയാൽ ഈ കമ്മ്യൂണിസത്തിൻ്റെ സ്റ്റേറ്റിൽ നിന്ന്, പിന്നെ ടോപ്പ് ടു ബോട്ടം, അടിയിലേക്ക് സ്റ്റേറ്റിൽ നിന്ന് താഴേക്ക് സംസ്കരണ പദ്ധതി അവതരിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് മൗദൂദി സാഹിബിൻ്റെ ഹാക്കിമിയത്തിൽ കാണുന്നത്. മാത്രമല്ല അദ്ദേഹം ഷിയാക്കളുടെ ഈ അതിര് കടന്ന ആത്മീയമായിട്ടുള്ള ഇമാമത്ത് വാദം, അതുപോലെ 12 ഇമാമുകൾ, ഈ വക വിശ്വാസങ്ങളൊക്കെ നീക്കിവെക്കുകയും പിന്നെ ഷിയാക്കളുടെ ഖലീഫ എന്ന ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ എന്ന ഷിയാക്കളുടെ വ്യാഖ്യാനം ഇമാമിങ്ങളാണെങ്കിൽ, അലി ഇബ്നു അബി ത്വാലിബിൻ്റെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ഇമാമിങ്ങളാണെങ്കിൽ മൗദൂദി സാഹിബ് ആ ഇമാമിങ്ങൾ അവിടെ മാറ്റിവെക്കുകയും അവിടെ അള്ളാഹിൻ്റെ പ്രതിനിധിയായിട്ട് ടോട്ടൽ മനുഷ്യനെ അവതരിപ്പിക്കുകയും അങ്ങനെ ഇതിനെ ഒരു അന്താരാഷ്ട്ര ഘടന ഇതിന് ഈ ഹാക്കിമിയത്തിന് നൽകുകയും ലോകത്തെവിടെയായിരുന്നാലും മുസ്ലിമിൻ്റെ ഒരേ ഒരു ദൗത്യം ഈ ഹാക്കിമിയത്ത് പിടിച്ചെടുക്കുക. ഞാൻ ഏത് രാജ്യത്താണോ ആ രാജ്യത്തോട് സഹകരിക്കുകയോ കോംപ്രമൈസ് ചെയ്യുകയോ അതിൻ്റെ വ്യവസ്ഥയിൽ ചേക്കേറുകയോ അതിൻ്റെ വ്യവസ്ഥ നടത്തിപ്പിന് ഭാഗമാക്കാവോ ഒന്നും ചെയ്യാൻ പാടില്ല. എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുന്ന വിധത്തിൽ ആ വ്യവസ്ഥക്ക് പ്രതിലോമകരമായി അതിനെ പ്രതിരോധിക്കുന്നൊരു ശക്തിയായിട്ട്
ആക്രമിക്കുന്നൊരു ശക്തിയായിട്ട്, അതിനെ പൊളിക്കുന്നൊരു ശക്തിയായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകലാണ് എൻ്റെ ദൗത്യം, അത് തൗഹീദിൻ്റെ ദൗത്യമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഷിയാക്കളിൽ നിന്നും ഖവാരിജുകളിൽ നിന്നും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു ഫ്രെയിം സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ഹാക്കിമിയത്ത് വാർത്തെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പെട്ടെന്ന് മൗദൂദി സാഹിബിൻ്റെ ഹാക്കിമിയത്ത് ഷിയാക്കളുടെ ഹാക്കിമിയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ അതെങ്ങനെയാണ് മൗദൂദി ഷിയല്ലല്ലോ എന്ന് തോന്നൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം ഇത് മാത്രമായിരുന്നു. അദ്ദേഹം ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാകണം, ഒരു ഖിലാഫത്തിന് തുടർച്ച ഉണ്ടാകണം എന്ന ആഗ്രഹത്തിൽ നിന്ന്, സത്യസന്ധമായ ഒരു ആഗ്രഹത്തിൽ നിന്നായിരിക്കാം അദ്ദേഹം ഈ തിയറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ തിയറി കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ തിയറി നിങ്ങൾ മഹ്മൂദ് മംദാനിയുടെ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. എനിക്ക് തോന്നുന്നത് മാതൃഭൂമിയോ DC ബുക്സോ അങ്ങോട്ട് അതിൻ്റെ മലയാളം ഇറക്കിയിട്ടുണ്ട്. അതിൽ പിന്നെ കാണാം ആഗോളതലത്തിൽ തീവ്രവാദ സംഘടന, ഭീകരവാദ സംഘടന, ഇപ്പോൾ അൽ ഖ്വയ്ദ, IS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീകരവാദ സംഘടനകളുണ്ടല്ലോ. ഈ ഭീകരവാദ സംഘടനകളൊക്കെ തന്നെ ഒരു ഐഡിയോളജി ഇല്ലാതെ പ്രവർത്തിച്ചിരുന്നു. ഒരു സൈദ്ധാന്തിക അടിത്തറയില്ലാതെ ഓരോ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട റിബലുകളാണ് സത്യത്തിൽ ഈ ഭീകരവാദ സംഘടനകളൊക്കെ. ഇപ്പോൾ അഫ്ഗാൻ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കടന്നു ചെല്ലുന്ന ഒരു സംഘമായിട്ടാണ് അൽ ഖ്വയ്ദ ചരിത്രത്തിലേക്ക് വരുന്നത്. താലിബാൻ ആണെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്ന അവിടുത്തെ ഭരണകൂടത്തിനെതിരെ ഇങ്ങനെ അവിടുത്തെ റിബൽ പാർട്ടികളും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നതാണ്. ഇതിനൊരു ദാർശനിക അടിത്തറ ഉണ്ടായിട്ടില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ വെച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്ക ഉസാമ ബിൻ ലാദൻ്റെ നേതൃത്വത്തിൽ അൽ ഖ്വയ്ദയെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ലോകത്ത് മുഴുവനുള്ള ഇതുപോലത്തെ റിബൽ ഗ്രൂപ്പുകളുണ്ട്, ഈ ഭീകരവാദ സംഘടനകളുണ്ട്. വ്യത്യസ്ത പേരുകളിൽ കുഞ്ഞു ഭീകരവാദ സംഘടന മുസ്ലിം നാടുകളിൽ ഭരണാധികാരികൾക്കെതിരെ അവർ അഴിമതിക്കും അക്രമത്തിനൊക്കെ എതിരായിരിക്കാം. അങ്ങനെ കൂടിയ റിബൽ, അതിൽ സായുധ വിപ്ലവം നയിക്കണം എന്ന വാദവുമായി അവിടെ ചെറിയ തോക്കും പൊട്ടലും ബോംബൊക്കെ ആയിട്ട് നടക്കുന്ന സംഘങ്ങളെ മുഴുവൻ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൗദൂദി സാഹിബിൻ്റെ ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം തീവ്രവാദ ഗ്രൂപ്പുകൾ വ്യാപകമായിട്ട് അവരുടെ സൈദ്ധാന്തിക അടിത്തറയായിട്ട് അവർ രൂപപ്പെടുത്തുകയും ആ അടിത്തറയാണ് പിന്നീട് ഭീകരവാദ ഗ്രൂപ്പുകൾ അത് പ്രൊമോട്ട് ചെയ്തത്. അതാണ് അൾജീരിയ മുതൽ ഇന്തോനേഷ്യ വരെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്നെ ആശയ അടിത്തറകളിലും അതുപോലെ തന്നെ ഉന്നത യൂണിവേഴ്സിറ്റികളിലെ PhDക്ക് തയ്യാറാക്കപ്പെടുന്ന തീസീസുകളിലും സയ്യിദ് അബുൽ മൗദൂദിയുടെ ഹാക്കിമിയത്ത് കടന്നു വന്നു എന്ന് ഫഹ്മി ഹുവൈദി അൽ ഖുർആൻ വൽ സുൽത്താൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഭീകരവാദ സംഘടനകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ആശയമായിരുന്നത്. സത്യത്തിൽ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സായുധ സമരം നടത്തുന്ന, ആയുധമെടുത്തുകൊണ്ട് വിപ്ലവം നയിക്കുന്ന സംഘടനകൾക്ക് ഏറ്റവും അനുയോജ്യവും തീവ്രാനുഭവം നൽകുന്ന ഒരു ആശയമാണ് ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം. അതുകൊണ്ട് തന്നെ ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം ഉണ്ടെങ്കിൽ സുഖമാണ് കുട്ടികളെ കൊണ്ട് ആയുധെടുപ്പിക്കാൻ, അവരെ കൊണ്ട് സായുധ വിപ്ലവത്തിലേക്കും തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത് ഭീകരവാദികളുടെ പ്രിയപ്പെട്ട തിയറി എന്ന് ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മുടെ കുട്ടികൾ ഇത് പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികൾ ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഈ അഹിമാർ ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ കുട്ടികളൊക്കെ വളരെ എളുപ്പം ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പാകപ്പെട്ട അവസ്ഥയാണ് അവർ നിൽക്കുന്നത്. അതിലേക്ക് അവർ പോകും. അതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, സമൂഹവുമായിട്ട് മിങ്കിളാകാൻ മടിക്കുന്നൊരു സ്വഭാവം അവരിൽ കാണാം. നിങ്ങൾ ആ വിഭാഗങ്ങളെ പരിശോധിച്ചോ, സമൂഹത്തിൽ നിന്ന് വേറിട്ട വസ്ത്രധാരണം ധരിക്കുന്ന ആളുകളായിട്ട് അവരെ കാണാം. അവരെപ്പോഴും പല്ലിൻ്റെ ഇടയിലെ കോന്ത്രം പല്ല് പോലെ ഇങ്ങനെ വേറിട്ട് മാറി നിന്ന് നടക്കുന്ന ഒരു സ്വഭാവം, അത് അവരുടെ എല്ലാത്തിലും നമുക്കത് കാണാൻ സാധിക്കും. അവരുടെ പിന്നെ സാമൂഹിക ജീവിതത്തിൽ മാത്രമല്ല, അവരെ സംബന്ധിച്ച് ജനാധിപത്യത്തോടുള്ള സമീപനം അവർ കാണാം. പിന്നെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അവർ പറയുന്നത് ജനാധിപത്യം കുഫറാണ്, ജനാധിപത്യം ഷിർക്കാണ്, കുഫറാണ്. ഷിർക്കായിക്കോട്ടെ കുഫറായിക്കോട്ടെ, താത്വികമായിട്ട് വിശകലനം ചെയ്താൽ ഷിർക്കെന്നോ പിന്നെ കുഫറെന്നോ ഹറാമെന്നോ ഒക്കെ നമുക്ക് വിശദീകരിക്കാനൊക്കെ പറ്റും. അത് ജനാധിപത്യത്തെ മാത്രമല്ല എല്ലാത്തിനും വിശദീകരിക്കാൻ പറ്റും താത്വികമായിട്ട്, അതിൻ്റെ പിന്നെ ഇഞ്ചോടിഞ്ച് അവലോകനം ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിം സൊസൈറ്റി, നമ്മളിവിടെ ന്യൂനപക്ഷമാണ്, ഒരു ന്യൂനപക്ഷമായിട്ട് മുസ്ലിം സൊസൈറ്റി നിലനിൽക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ അവിടെ ഏറ്റവും മുസ്ലിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഭരണ സംവിധാനം ഏതാണ്? മതനിരപേക്ഷ ജനാധിപത്യമാണ്. അതിനേക്കാൾ നല്ലൊരു സംഭവമില്ല.
അതുകൊണ്ടാണ് നമ്മൾ മതനിരപേക്ഷ ജനാധിപത്യത്തെ പ്രൊമോട്ട് ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യലാണ് മുസ്ലിങ്ങൾക്ക് വാജിബാണ്. എന്തുകൊണ്ട് വാജിബാകുന്നു? മുസ്ലിങ്ങളുടെ സ്വത്തം സംരക്ഷിക്കപ്പെടണം. ഇവിടെ നമ്മളൊരു ഉമ്മത്തായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഫാഷിസമാണ് കടന്നു വരണം. അതാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. രണ്ട് ചോദ്യമാണ്. ഫാഷിസം വേണോ, മതേതരത്വം വേണോ? അതുകൊണ്ട് നമ്മൾ മതേതരത്വം മതി എന്ന് പറയാൻ മുസ്ലിമിന് വാജിബാകുന്നത്. അല്ല എന്ന് പറഞ്ഞാൽ പകരം വരുന്നത് ഫാഷിസാണ്. ഈ ഒരു അറിവ് ഈ പറഞ്ഞ അഹിമാർക്കും ഈ ദമ്മാജികൾക്കും പിന്നെ മുഹ്സിൻ ഐദീദുമാർക്കും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവരുടെ ഐഡിയോളജിയിൽ മാറ്റം വരുന്നു. ഐഡിയോളജിയിൽ വരുന്ന മാറ്റം എന്താണ്? ഇതൊന്നൊരു പ്രശ്നമല്ല. നമ്മൾ ഭരണകൂടത്തെ, നിലവിലുള്ള വ്യവസ്ഥകളെ, ജനാധിപത്യ മതേതരത്താണ് അതിനട്ടിമറിക്കാനുള്ള പിന്നെ ആശയങ്ങൾ പേറിയ ആളുകളുടെ ആദ്യത്തെ പടിയാണ് വ്യവസ്ഥയോട്, സിസ്റ്റത്തോട് വേർപെട്ട് മാറി നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ജീവിത രീതി സ്വീകരിക്കുക. അത് അവരാദ്യം സ്വീകരിക്കുക നമ്മളിൽ നിന്നാണ്, മുസ്ലിം ഉമ്മത്തിൽ നിന്നാണ് മാറി നിന്നിട്ടാണ് അവർ പിന്നെ ശീലിക്കുക. ഖവാരിജുകളുടെ ലക്ഷണങ്ങൾ നോക്കിയാൽ കാണാം. ഖവാരിജുകളുടെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവരെ പറ്റിയിട്ട് പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താ? മാ തനാജ ഖൗമുൻ ദൂനൽ ജമാഅത്തിഹിം ഇല്ലാ കാനു അലാ തഅസീസിൽ ളലാല. ഒരു ജനവിഭാഗം ഒരു ജമാഅത്തിൽ നിന്ന്, പൊതുധാരയിൽ നിന്ന് ഒരു ജനവിഭാഗം മാറി നിന്ന് സ്വകാര്യം പറയാൻ തുടങ്ങിയാൽ, അവരുടെ സ്വകാര്യ ദർസും സ്വകാര്യ ക്ലാസ്സും സ്വകാര്യമായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇല്ലാ കാനു അലാ തഅസീസിൽ ളലാല, അവർ ലൊലാലത്തിൻ്റെ, വഴികേടിൻ്റെ അടിത്തറ അവർ പണിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്, അവർ പണിതു എന്നാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. നമ്മളിൽ നിന്ന് വേറിട്ടിട്ടാണ്, മാറി നിന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? മാറി നിന്ന് നമുക്കെതിരെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നമ്മെപ്പോലെയുള്ള ജീവിത ചിത്രങ്ങൾ ഇല്ലാതിരിക്കാൻ, നമ്മളെപ്പോലെ വസ്ത്രമില്ലാതിരിക്കാൻ, നമ്മെപ്പോലത്തെ ലൈഫ് സ്റ്റൈലുകൾ ഇല്ലാതിരിക്കാൻ അവർ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണാം. ഉലമാക്കളൊക്കെ തന്നെ ഖവാരിജുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിന്നെ പണ്ഡിതന്മാർ അവരുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ വസ്ത്രം കാണിച്ച് മുത്തഖിയാകുന്ന പണിയാണ് ഖവാരിജുകൾക്ക് ഉണ്ടായിരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായിട്ട് സംവദിക്കാൻ പോകുന്ന സമയത്ത് നല്ല വസ്ത്രം, അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഫാഷനായിട്ട്, ഇന്ന് നമ്മളെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഒരു ഫാഷനബിൾ ആയിട്ടുള്ള നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഇത് കണ്ടപ്പോൾ ഖവാരിജുകൾ, അവരുടെ വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിക്കൻ കണ്ടം വെച്ച കുപ്പായാണ്. ആർക്ക് കണ്ടാലും ഒരു നല്ല വിരക്തിയുള്ള, സുഹുദുള്ള ഒരു മനുഷ്യൻ്റെ എല്ലാ അടയാളങ്ങളും, തഖ്വയുള്ള ഒരു മനുഷ്യൻ്റെ കാൽപ്പനികമായി നമ്മുടെ മനസ്സിൽ വരുന്ന അടയാളങ്ങളൊക്കെ ഉള്ള വസ്ത്രമായിരുന്നു അത്. ആ വസ്ത്രം ഇട്ടവരുടെ അടുത്തേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോകുന്നത് നല്ല, ഇപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞാൽ നല്ല ജീൻസും പാൻസും സൂട്ടൊക്കെ ഇട്ട് പോകുന്ന പോലത്തെ ഒരു പോക്കാണ് ഇബ്നു അബ്ബാസ് പോയത്. മനഃപൂർവ്വമാണ് പോയത്. അത് കണ്ടപ്പോൾ അവർ ചോദിച്ചു, നന്നായിട്ടുണ്ടല്ലോ, സുന്ദരനായിട്ടുണ്ടല്ലോ എന്ന് അങ്ങോട്ട് ട്രോളിയപ്പോൾ മൂപ്പര് പറഞ്ഞ്, നന്നായിട്ടുണ്ടോ, സുന്ദരനായിട്ടുണ്ടോ, ഇതുപോലെ തന്നെ നബിയും സുന്ദരനായിട്ട് നടക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ഇട്ടത്. ഇന്ന് അവരുടെ ആദ്യത്തെ അവർ കെട്ടിപ്പൊക്കിയ ഒരു സാധനമുണ്ട്. അവർ സംതിങ് സ്പെഷ്യലാണ് സ്വഹാബികളിൽ നിന്ന്. അവർ പ്രത്യേകം മുത്തഖിങ്ങളാണ്, പ്രത്യേകമായിട്ടുള്ള ഒരു വിഭാഗമാണ് എന്ന് വരുത്താൻ അവർ ഉപയോഗിച്ചത് വസ്ത്രമാണ്. ആ വസ്ത്രത്തിന് തന്നെ ചവിട്ടിപ്പൊളിച്ചിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഡിബേറ്റ് തുടങ്ങുന്നത്. അതിലൊരു ചുക്കില്ല എന്നവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് നമ്മൾക്കിടയിൽ പോലും ആ വസ്ത്രം, ആ രീതി, അത് നമ്മൾ സ്വീകരിക്കാനുള്ളൊരു വ്യഗ്രത നമുക്കിടയിൽ പോലും വരാണ്. ഈ വസ്ത്രം ഇവിടെ നിന്ന് ഉണ്ടായെന്നറിയാം. ഇപ്പോൾ അവരിട്ടിട്ടുള്ള കന്തൂറ, വേറെന്താ അതിന് പേര് പറയാം? ഞാൻ കന്തൂറ എന്നാണ് അതിന് പറയത് അല്ലേ? എന്ത് വേറെ പേര്? സൗബ്, പിന്നെ വേറെന്ത് പേര് പറയുമല്ലോ, കമ്മീസ, എന്തൊക്കെ പേരൊക്കെ പറയുന്നത്. എന്നാൽ നീളക്കുപ്പായം, നമ്മളെ പെണ്ണുങ്ങളെ മാക്സി കുറച്ചും കൂടെ നീട്ടിക്കൂട്ടി അടിച്ച പോലത്തെ സാധനം. അപ്പോൾ അതാണിപ്പോൾ പറയുന്നത്. ഇത് അറബികൾ ഇട്ട സാധനമാണ്. അറബികൾക്ക് എവിടെ നിന്ന് കിട്ടിയ, സ്പെയിൻ ആക്രമിച്ചതിന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ യഹൂദ പണ്ഡിതന്മാരിട്ടടത്തിയ കുപ്പായാണിത്. അത് കണ്ടിട്ട് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവർ ധരിക്കാത്തൊരു കുപ്പായം കണ്ടപ്പോൾ അന്നത്തെ മുസ്ലിങ്ങളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ അതിനെതിരെ ഫത്വ കൊടുത്തിരുന്നു. കാഫിരിങ്ങളെ കുപ്പായാണ്, ഇങ്ങനെ ഇട്ടടക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ ഫത്വ കൊടുത്തിരുന്നു. പിന്നെ അത് മുസ്ലിങ്ങളുടെ വേഷമായിട്ട് മാറി, കാലക്രമേണ ജനകീയമായിട്ട് മുസ്ലിം ഭാഷയായി മാറി. ആ സാധനമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇട്ടെടുക്കുന്നത്. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. അത് ഹലാലല്ലേ, ഹലാലാണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ അതിലത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശുഹറത്തിൻ്റെ വസ്ത്രം ധരിക്കുക എന്നത് പഴച്ച കക്ഷികളുടെ പ്രത്യേകതയാണ്. എന്താ ശുഹറത്തിൻ്റെ വസ്ത്രം? ശുഹറത്തിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ മതത്തെ എന്ത് ചെയ്യുക, എൻ്റെ ഡ്രസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അടയാളപ്പെടുത്താം. അത് ചിലപ്പോൾ ഗംഭീര ആർഭാട വസ്ത്രം ഇട്ടിട്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ വിരക്തിൻ്റെ വസ്ത്രം ഇട്ടിട്ടായിരിക്കും. സൂക്ഷ്മതയുടെ വസ്ത്രം എന്ന് തോന്നുന്ന, നല്ലൊരു മുത്തഖിയാണ്, സലഫിയാണെന്ന് തോന്നുന്ന വസ്ത്രം, ഇത്തരം വസ്ത്രം ധരിപ്പിച്ചിട്ട് നിങ്ങളെ എന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു രീതിയാണ് ശുഹറത്തിൻ്റെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ, മൻ ലബിസ സൗബ ശുഹറത്തിൻ
ഫിദ്ദുനിയ, ആരെങ്കിലും ദുനിയാവിൽ പ്രശസ്തിയുടെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അൽബസഹുല്ലാഹു സൗബ മദല്ലത്തിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെ നിന്ദ്യതയുടെ വസ്ത്രം പിടിച്ച് അള്ളാഹ് അണിയിക്കും. സുമ്മ അൽ ഹബ ഫീഹി നാറൻ, പിന്നീട് ആ വസ്ത്രം നരകത്തിലിട്ട് കത്തിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഓനുണ്ടാവും അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാതിരിക്കും. ഞാനൊരു വലിയ തലപ്പാവും വെച്ച് വലിയ ഒരു കുപ്പായം ഇട്ട് വന്നപ്പോൾ നിങ്ങൾ എന്നെ കുറച്ചൊരു സംതിങ് സ്പെഷ്യലായിട്ട് കണ്ടാൽ എൻ്റെ ബാധ്യതയാണ് അത് ഊരിക്കളഞ്ഞിട്ട് സാധാ കുപ്പായിട്ട് വരല്. ഞാനത് തുടർന്നാൽ എനിക്ക് ശൈത്താൻ എന്നെ പിടിക്കും. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എൻ്റെ വസ്ത്രധാരണയിലൂടെ എന്നെ വലിയ ആലിമായിട്ടോ വലിയ ആബിദായിട്ടോ വലിയ സലഫിയായിട്ടോ വലിയ മുത്തഖിയായിട്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹദീസിനെ വിശദീകരിക്കുന്ന സമയത്ത് ഈ ഹദീസ് പിന്നെ ഇമാം അബൂദാവൂദ്, ഇബ്നു മാജ, അഹമ്മദ് പിന്നെ മറ്റുള്ള പലരും പിന്നെ നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇതിനെ വിശദീകരിക്കുമ്പോൾ ബുഖാരിയിൽ ഈ ലിബാസിൻ്റെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇബ്നു ബത്താൽ അതിൻ്റെ ശർഹിൽ പറഞ്ഞത് അല്ലദീ യംബഗി ലിറജുലി അൻ യതസയ്യ ഫീ കുല്ലി സമാനി ബിസി അഹ്ലിഹി മാലം യകുൻ ഇസ്മൻ. ഒരു മനുഷ്യന് പാപല്ലെങ്കിൽ അവൻ്റെ ജനതയുടെ വസ്ത്രം ധരിക്കലാണ് ഏറ്റവും നല്ലത്. മനുഷ്യന്മാർ ഇവിടെ എന്താ മുണ്ടും ഷർട്ടും ഇട്ടിടക്കുന്നു, പാൻറ്റും ഷർട്ടും ഇട്ടിടക്കുന്നു. അത് ഹറാമാണോ, അത് അനിസ്ലാമികാണോ? അല്ല എങ്കിൽ അത് ധരിക്കലാണ് ഏറ്റവും നല്ലത്. അറബികളെ സംബന്ധിച്ച് അവരെ സാധാരണ ആൾക്കാർ ധരിക്കുന്ന വസ്ത്രം ഏതോ ഹറാമാണോ? അല്ല. ഇസ്ലാം പാപാക്കി എന്തെങ്കിലും അതുമുണ്ടോ? ഇല്ല. എങ്കിൽ സാധാരണ വസ്ത്രം ധരിക്കലാണ് നല്ലത്. ലിഅന്ന മുഖാലഫത നാസി ഫീഹി സിഈഹിം ളർബും മിനശ്ശുഹ്റ. കാരണം ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് വസ്ത്രധാരണം സ്വീകരിച്ച് നടക്കുക എന്നത് ശുഹറത്തിൽപ്പെട്ടതാണ്. ശുഹറത്തിൻ്റെ വസ്ത്രം ധരിച്ചവനെ നരകത്തിൽ കൊണ്ടിടുന്നാണ് റസൂലുള്ള പറഞ്ഞത്. അപ്പോൾ വലിയ സൂക്ഷ്മതയുമായിട്ട് അടയാളമാക്കിയിട്ട് ഈ ആളുകൾ കൊണ്ടു നടക്കുന്ന സാധനത്തിൻ്റെ അവസ്ഥയാണ്. മാത്രമല്ല ഖവാരിജികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ എല്ലാ പണ്ഡിതന്മാരും ചർച്ച ചെയ്ത് കാണാം. ഖവാരിജികളെല്ലാം തന്നെ കഠിനമായ സിസ്റ്റം സ്വീകരിച്ചവരാണ്. ആരാധനയിലാകട്ടെ, അനുഷ്ഠാനത്തിലാകട്ടെ, നിലപാടിലാകട്ടെ കഠിനമായിരുന്നു അവരുടെ നിലപാട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്ന ഫീക്കും ഖൗമുൻ യഅ്ബുദൂന വയദ്അബൂന ഹത്താ യുഅ്ജിബ ബിഹിമിൻ നാസ് വയുഅ്ജിബഹും നുഫൂസുഹും. ഒരു ജനത വരാനുണ്ട്. ആ ജനതയുടെ പ്രത്യേകത എന്താണ്? അവരങ്ങേയറ്റം ആരാധനയിലും അങ്ങേയറ്റം പരിശ്രമത്തിൽ നടക്കുന്ന ആൾക്കാരെ. കഠിനമാണ് അവരുടെ ഏർപ്പാട്. ഹത്താ തുഅ്ജബ ബിഹിമിൻ നാസ്, ജനങ്ങൾ അവരിൽ എന്ത് ചെയ്യും? അത്ഭുതത്തോടെ നോക്കും. ഭയങ്കര മുത്തക്കയാണ്, ഭയങ്കര സെലഫിയാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ അവരെ നോക്കാൻ തുടങ്ങും. വതുഅ്ജിബഹും നുഫൂസുഹും, അവരും സ്വന്തത്തെ പറ്റിയിട്ട് ഞാനാണ് യഥാർത്ഥ സെലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഞാൻ തന്നെ, വേറെ ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന രൂപത്തിൽ മെൻ്റലായ ആൾക്കാരൊക്കെ കാണാമല്ലോ. വേറെ ആൾക്കാരൊന്നുമില്ല, നമ്മൾ തന്നെയാണ് സെലഫിയത്ത്. എന്നിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ ഫത്വയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവൻ്റെ ആശയത്തിനും ഇവൻ്റെ നിലപാടിനൊക്കെ കുറേ ആ പണ്ഡിതനെ എഴുതി വെച്ച കാണും. അപ്പോൾ ആ പണ്ഡിതനെ തട്ടും ആള് സെലഫിയല്ല, ഞാനാണ് സെലഫി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് യംറുഖൂന മിനദ്ദീൻ മുറൂഖ സഹമി മിനർ റമിയ. ഉരുവിനെ തുളച്ചിട്ട് അമ്പ് പുറത്തേക്ക് കിടക്കണ പോലെ ദീനെ തുളച്ചിട്ട് ഈ ജാതി സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഭാവഹാദികളിലൂടെയാണ് ഖവാരിജികൾ വന്നത്. ജനങ്ങളോട് അവർ ചോദിച്ചതും എൻ്റെ കുപ്പായം നോക്ക്, സഹാബിൻ്റെ കുപ്പായം നോക്ക് എന്നാണ് ചോദിച്ചത്. കഠിനമായ ആരാധനകളിലൂടെയാണ്, കഠിനമായ നിലപാടുകളിലൂടെയാണ് അവർ സംതിങ് സ്പെഷ്യലാണ് എന്ന് ആളുകളൊക്കെ തോന്നിപ്പിച്ചത്. അങ്ങനെ തോന്നിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഈ അഹിമാർ വരുന്നത്. അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? ഒന്ന്, ഇസ്തിആനത്തും ബിൽ ജിന്നുമായി ബന്ധപ്പെട്ടിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം അത് ശിർക്കല്ല എന്ന വിസ്റ്റം വാദം സ്വീകരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അവിടെയും അവർ തൗഹീദിൽ പഴച്ചവനാണ്. തൗഹീദിൽ പഴച്ചവനാണ് ഇപ്പോൾ കാര്യമായിട്ട് സെലഫിയത്ത് പറയുന്ന അവസ്ഥ ഉള്ളത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തത് ഈ ഗുരുതരമായ ഹാക്കിമിയത്ത് ചിന്ത ഇത് കൊണ്ടെത്തിക്കുക വലിയ നാശത്തിലാണ്, വലിയ അപകടത്തിലാണ്. ലോകത്ത് മുഴുവൻ ചെറുപ്പക്കാർക്കിടയിൽ ഭീകര തീവ്ര ചിന്തകൾ വളർത്തിയെടുക്കാനും രാഷ്ട്രവിരുദ്ധ സമീപനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാനുമൊക്കെ എളുപ്പം സാധിക്കുന്ന, ഹരം കൊടുക്കുന്ന ഒരു തിയറിയാണ് ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കുത്തുബി വിഭാഗങ്ങളുണ്ടല്ലോ, അവർ സ്വീകരിച്ചിട്ടുള്ള നമുക്കറിയാം യൂറോപ്പിലെ
മംദാനി ഉണ്ടല്ലോ, ഹംദാനി എന്താണ് പേര്, മേയർ മംദാനി, ആളുപ്പ മഹ്മൂദ് മംദാനി എഴുതിയിട്ടുള്ള ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം നോക്കിയാൽ അദ്ദേഹം അബുൽ ആല മൗദൂദിയെ പറ്റി പറയുന്നത്, ആ പുസ്തകം വളരെ ക്ലാസ്സാണ്. എങ്ങനെയാണ് മുസ്ലിങ്ങളെ ബാഡാക്കുന്നത്, ഗുഡാവാനും ബാഡാകാനും യൂറോപ്പിന് ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്കിന് വിധേയമായാൽ നമ്മൾ ഗുഡാവും ബാഡാവും എന്ന് പറയുന്ന ആ രാഷ്ട്രീയത്തിന് വിമർശിക്കുന്ന വളരെ ജെൻഡിലായിട്ടുള്ള ഒരു പുസ്തകമാണ്. പക്ഷെ ആ പുസ്തകത്തിൽ അദ്ദേഹം മുസ്ലിം ഗ്രൂപ്പിലെ തീവ്രവാദ ചിന്തക്ക്, മുസ്ലിം വിഭാഗങ്ങളിൽ ഭീകരവാദ ചിന്തക്ക് ദാർശനിക അടിത്തറ ഉണ്ടാക്കിയത് സയ്യിദ് അബുൽ അല മൗദൂദിയുടെ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തമാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല പുസ്തകമാണ്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അത് വരുത്തി വെച്ച അപകടം, ലോകത്തെ ഭീകരവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് അത് കൊടുത്ത ഊർജം, രണ്ടാമതും ഒരു ദാർശനിക അടിത്തറയിൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയത് IS പോലുള്ള ഇതിനൊരു ദാർശനിക അടിത്തറയിൽ കോർഡിനേറ്റ് ചെയ്യാൻ. മറ്റേത് ഭീകരവാദ പ്രസ്ഥാനം പൊളിയപ്പോഴാണ്, അതിന് ദാർശനിക അടിത്തറൊന്നും ഉണ്ടാവില്ല. ഒരു താൽക്കാലിക ഒരു ഇഷ്യൂസ്, ചിലപ്പോൾ പ്രാദേശികം രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെടുന്ന ഒരു വിഘടിത ഗ്രൂപ്പുകൾ, റിബൽ ഗ്രൂപ്പുകളായിട്ട് വരുന്ന ഈ സംഘങ്ങളെ വീണ്ടും അതിനെ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു ഐഡിയോളജിക്കൽ പരിസരം ഒരുക്കുന്നത് ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തമാണ്. ഇന്ന് സെക്യുലർ മത മേഖലയിലുള്ള എല്ലാ ബുദ്ധിജീവികളും ഒരുപോലെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലേക്കാണ് നമ്മുടെ കുട്ടികൾ നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ നശിപ്പിക്കാനുള്ള എല്ലാ സാധനവും അതിലുണ്ട്. അമ്മാതിരി വിഷാണത് എന്ന് മനസ്സിലാക്കിയിട്ട് ഗൗരവത്തിൽ തന്നെ ഈ വിഭാഗത്തിനെതിരെ നിങ്ങളെല്ലാം ശക്തമായ പ്രബോധനവും പ്രചാരണവുമായിട്ട് വരണം. നമ്മളെല്ലാവരും ഓരോ ഉമർ മൗലവി അല്ലെങ്കിൽ ഒരു കഷ്ണം ഉമർ മൗലവിയെങ്കിലും ആവാൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നമ്മുടെ ലെഗസിയാണ് നഷ്ടപ്പെടാൻ പോണത്. നമ്മുടെ പൈതൃകാണ് നശിക്കാൻ പോണത്. നമ്മളിവിടെ ഇങ്ങനെ ബോഡിയിലുണ്ടാകും, മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകും, അതിന് റയീസ് ഉണ്ടാകും, അതിനെല്ലാം ഉണ്ടാകും. പക്ഷേ അതിന് MSM എന്നുള്ള പോഷകഘടകം ഉണ്ടാവും, ISM എന്നുള്ള പോഷകഘടകം ഉണ്ടാവും, MGM എന്ന പോഷകഘടകമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ലെഗസി പോയിട്ടുണ്ടാവും, അത് തുറന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ബോഡിനെ മാത്രം ഇവിടെ നിർത്തുന്ന ഏർപ്പാട് മുസ്ലിം ലോകത്ത് എല്ലാം അനുഭവിക്കുന്നതാണ്. ആ ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെട്ടിയാൽ സാധനം മുറിയും, വെട്ടാൻ വൈകിയാൽ പിന്നെ നമുക്ക് നമ്മളെ ആയുധം മുറിയും എന്നല്ലാതെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.